അടുക്ക പലതേവ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മുഖം രക്ഷിക്കാനാവുമെന്ന് കരുതുന്നുണ്ടോ? മറ്റൊരു കാര്യം, ഇന്ന് ഈ വിഷയം നിയമസഭയിൽ ഉപക്ഷേപമായി പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ മറുപടി പറയാതെ മുഖ്യമന്ത്രി മുങ്ങിയത് എന്തിനാണ്? നമ്മൾ എല്ലാ നിയമസഭയായാലും പാർലമെന്റ് ആയാലും പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ക്രിമിനൽ നടപടി നിയമം എന്തായാലും രാംകുമാർ സാർ ഉണ്ടല്ലോ, 432, 430, ഇത് സസ്പെൻഷനും റിമിഷനും കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ് ഒക്കെ ആയിട്ടാണ് പറയും. പക്ഷേ 433A എന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പിൽ പറയുന്നത് ഇങ്ങനെ ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ ശിക്ഷിച്ചാൽ that person shall not be released from prison unless he had served at least 14 years of imprisonment. ഇത് 433A പറയുന്നതാണ് CRPC. ഇത് നിയമമാണ്. മറ്റൊന്ന്, ഹൈക്കോടതി നമ്പ്യാർ പറഞ്ഞതുപോലെ നിർദ്ദേശമല്ല, ഹൈക്കോടതി വിധിന്യായത്തിൽ പറഞ്ഞതായിരുന്നു ഈ പ്രതികളെ 20 വർഷം കഴിയാതെ ഈ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പാടില്ല. അതിലുപരി മറ്റൊന്നും കൂടെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഹാബിച്വൽ ഒഫൻഡേഴ്സിനെയും അതുപോലെ തന്നെ ഹയർ ഒഫൻഡേഴ്സ് വാടക കൊലയാളികളെ ഒന്നും ഇങ്ങനെ ജീവപര്യന്തം ശിക്ഷിക്കുകയാണെങ്കിൽ അവരെയൊക്കെ 20 വർഷം കഴിയാതെ വിടാൻ പാടില്ല. പിന്നെ കമ്മ്യൂട്ടേഷനും സസ്പെൻഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രീ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഏറ്റവും റീസെന്റ് ആയിട്ട് പറഞ്ഞ വിധിന്യായങ്ങളുണ്ട്. രാജീവ് ഗാന്ധി വധക്കേസിൽ കമ്മ്യൂട്ടേഷന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ഗുജറാത്തിലെ ബിൽക്കിസ് ബാനു കേസിലാണ് ആ പ്രതികളെല്ലാം തിരിച്ച് ജയിലിൽ പോകേണ്ടി വന്നു. ഗുജറാത്ത് ഗവൺമെന്റ് മോചിപ്പിച്ച എല്ലാ പ്രതികളും തിരിച്ച് ജയിലിൽ പോകേണ്ടി വന്നു. അപ്പൊ ഇത്രയും നമ്മുടെ സെറ്റിൽഡ് പൊസിഷൻസ് ആണ്. ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ നിയമഭാഗം. ഇനി ഇതിന്റെ രാഷ്ട്രീയ വശത്തേക്ക് ഞാൻ പറഞ്ഞു. ഇവിടെ ഈ പ്രതികളെ 4 പേരെ 53 പേരുടെ കണ്ടാണ് ലിസ്റ്റ് അവർ തയ്യാറാക്കി. അതിനകത്ത് TP ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുമുണ്ട്. ഈ പ്രതികളുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഹോം സെക്രട്ടറി ഈ റിപ്പോർട്ട് മടക്കി വയ്ക്കുകയും ഇത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജൂൺ മാസം 3-ാം തീയതി ഒരു ഉത്തരവിറക്കുകയുണ്ടായി. അതിനനുസരിച്ചാണ് പുതിയ റിപ്പോർട്ട് വരേണ്ടിയിരുന്നത്. പിന്നെ ജയിൽ സൂപ്രണ്ട് അല്ല റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിന് ജയിലിൽ നിന്ന് ആർക്കൊക്കെ മോചനം കൊടുക്കണം, ആർക്കൊക്കെ ശിക്ഷ ഇളവ് നൽകണമെന്ന് അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് റിപ്പോർട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. ഹോം ഡിപ്പാർട്ട്മെന്റ് വന്നാൽ ആ റിപ്പോർട്ട് അതുപോലെ അറിയാമോ താങ്കൾക്ക്? ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ക്യാബിനറ്റിലേക്ക് വന്നാൽ അതിനകത്ത് കളക്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ക്യാബിനറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാബിനറ്റിൽ വെക്കുന്ന നോട്ടുകൾക്ക് കേരളത്തിൽ കുറെ ചട്ടങ്ങളൊക്കെ ഉണ്ട്. പലതും ലായിൽ പോകേണ്ടതുണ്ട്, ഫൈനാൻസിൽ പോകേണ്ടതുണ്ട്. ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടും ലായുടെ കൺസെന്റ് വേണ്ടതുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഗവർണർ അടുക്കിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവിടെ ലാ ഡിപ്പാർട്ട്മെന്റിലും ഹോം സെക്രട്ടറിക്ക് ഇപ്പോൾ സീനിയർ IAS ഓഫീസർമാർ, ലാ ഡിപ്പാർട്ട്മെന്റിൽ ലാ സെക്രട്ടറി ഒരു ജില്ലാ ജഡ്ജിയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരാളായിരിക്കും ലാ ജഡ്ജി, ലാ ഡിപ്പാർട്ട്മെന്റ് ജഡ്ജിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സനൽകുമാറാണ്. അപ്പൊ അവിടെ ഇവരൊക്കെ ഇത് നല്ലതുപോലെ പരിശോധിച്ചാണ് ഇതിന് കൺസെന്റ് കൊടുത്തു വിടുന്നത്. അപ്പോൾ നിയമം ഇങ്ങനെ നിലനിൽക്കെ ജയിൽ സൂപ്രണ്ട് ഒരു പക്ഷേ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകാം, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ റിലീസ് ചെയ്യാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. ഒരിക്കലും ക്യാബിനറ്റ് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ക്യാബിനറ്റ് അത് അംഗീകരിക്കാൻ പോലും ലാ ഡിപ്പാർട്ട്മെന്റ് അതിന് അംഗീകാരം കൊടുക്കില്ല. അപ്പൊ ഇതിന് അങ്ങനെ നിയമം നിലനിൽക്കെ ഇനി ഒരുപക്ഷെ ലാ ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം കൊടുത്ത് ഗവർണർ ഒപ്പിട്ടു എന്ന് തന്നെ വിചാരിക്കും. അങ്ങനെ ഈ പ്രതികളെ പുറത്തെടുക്കാൻ പറ്റില്ല. കാര്യം ഹൈക്കോടതി ഉത്തരവും ഇന്ത്യയുടെ CRPC അങ്ങനെ ഒരു നിയമവും നിൽക്കുമ്പോൾ നേരത്തെ ബിൽക്കിസ് ബാനു കേസിലെ കാര്യം പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു പെറ്റീഷൻ പോയാൽ ആ ഉത്തരവ് അസാധുവായിട്ട് മാറും. പലതേവ നിയമപ്രകാരം ഇതൊന്നും പറ്റില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരെ അറിയിക്കണം, ഇതാ നിങ്ങളുടെ റെമിഷന് വേണ്ടി ഇതാ നിങ്ങളുടെ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമായിരുന്നില്ലേ ഇത്? താങ്കൾ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. നിയമപ്രകാരം ഇവർ പുറത്തിറങ്ങില്ല, പറ്റില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇപ്പോഴും ഞങ്ങളിതാ തീവ്രമായി പരിശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ അത് കിട്ടുന്ന എല്ലാ പഴുതുകളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവരെ അറിയിക്കുന്നു. അതാണ് നടന്നത്. ഇത് നമ്പ്യാരുടെ വാക്കല്ല. ഇത് 2 ദിവസത്തിന് മുമ്പ് ഒരു ചർച്ചയിൽ പത്രങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീമതി KK രമ MLA പറഞ്ഞതാണ്. ഗവൺമെന്റിന് നല്ലതുപോലെ അറിയാം ഒരിക്കലും ഈ പ്രതികളെ 20 വർഷം കഴിയാതെ പുറത്തിറക്കാൻ പറ്റില്ല.
പിന്നെ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചാൽ, ഈ പ്രതികൾ വാ തുറന്നാൽ അത് ഗവൺമെന്റിനെതിരെ ദോഷമാകും. പല സത്യങ്ങളും അവർ വിളിച്ചു പറയും. അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് ശ്രീ കെ രമ പത്രക്കാരോടെയും പറഞ്ഞു, മെനഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരു ചർച്ചയിലും പറഞ്ഞു. അപ്പോൾ ആ വാചകം തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്പ്യാരും പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് ബിൽക്കിസ് ബാനു കേസിന് ഗുജറാത്ത് ഗവൺമെന്റ് അടി കിട്ടിയതുപോലെ അറിഞ്ഞിരുന്നുകൊണ്ട് ഒരു അടി കിട്ടാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു കാരണവശാലും തയ്യാറാകില്ല. കാരണം ഇതല്ല എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എന്നോടൊപ്പം ഇരിക്കുന്ന സഹപാഠികൾക്കല്ല, സാമാന്യം വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയിൽ സൂപ്രണ്ടിന് പറ്റിയ പിഴവാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ജയിൽ സൂപ്രണ്ടിന്റെ അളിയന്മാരാണല്ലോ ഈ 4 പേര് വിട്ടയക്കാൻ. റമീഷിന് വേണ്ടി ഇവരുടെ പേര് ഉൾപ്പെടുത്തിയത് ഈ ജയിൽ സൂപ്രണ്ടിന്റെ അളിയന്മാരായതുകൊണ്ടായിരിക്കും ഈ 4 പേരും.